ഹലോ ഫ്രണ്ട്സ്, മ്യൂസിയം 2 ഓഫ് നിരണം ചർച്ച്, സെൻറ് തോമസ് ചർച്ച് നിരണം. അവിടെ 2 മ്യൂസിയങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ രണ്ടാമത്തേത് കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണിത്. ഇത് ആ പള്ളിയും പരിസരവുമാണ്. 2 മ്യൂസിയങ്ങളും കാണാം. പഴയകാല കലപ്പ, നില ഉഴുന്നതിന് വേണ്ടിയുള്ളത്. ഈ കാണുന്ന വീല് കണ്ടത്തിന്ന് വെള്ളം തെപ്പിക്കളയുന്നതിന് വേണ്ടിയുള്ളതാണ്. കണ്ടത്തിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറുമ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം തെപ്പിക്കളയുന്നത് കണ്ടിട്ടുണ്ട്. ഒരിടത്തിരുന്നിട്ട് ആ കാണുന്ന പടികളിൽ ചവിട്ടി ചവിട്ടി വീല് കറക്കുമ്പോൾ അപ്പുറത്തെ തലയ്ക്ക് കൂടെ വെള്ളം എടുത്ത് കളയുന്നത് പോലെ അങ്ങ് പൊയ്ക്കോളും. അടുത്തത് കെട്ടുവള്ളം, ചെറിയ കെട്ടുവള്ളങ്ങൾ. പള്ളിയോടങ്ങളെന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊരു മിനിയേച്ചർ വണ്ണാണെന്നേ ഉള്ളൂ. രാജാക്കന്മാരോ തിരുമേനിമാരോ ഒക്കെ പോകുന്ന വലിയ ഇത്തരത്തിൻ്റെ വലിയതാണല്ലോ പള്ളിയോടങ്ങൾ. കുറച്ചുകൂടെ ആർഭാടം കൂടിയത്. ഈ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു തരണേ, എനിക്കും കൂടെ അറിയാമല്ലോ. ഇനി പഴയകാലത്തെ വാഹനമായ കാളവണ്ടി, വലിയ വീലുള്ള ചില്ലം ചില്ലം കിലുങ്ങുന്ന കിലുക്കനൊക്കെ വെച്ച യാതൊരു തര പൊല്യൂഷനും ഇല്ലാത്ത ഒരു വാഹനം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഇക്കോ ഫ്രണ്ട്ലി വാഹനങ്ങളായ കാളവണ്ടിയും സൈക്കിളും ഒക്കെ കുറവാണല്ലോ. കാളവണ്ടി ഇല്ല. കുർബാനയാണ്, നമുക്കത് കഴിഞ്ഞിട്ട് കൂടിയിട്ട് പോയാൽ മതിയേ. ഇത് കുർബാനയാണ്, ഓർത്തഡോക്സ് കുർബാനയാണ്. ഇത് ഓർത്തഡോക്സ് കുർബാനയാണ്. പിന്നെ കാണാമല്ലോ, രണ്ടാമത്തെ മ്യൂസിയം അല്ലേ ഇത്. ഇനി ആട്ടുകല്ല്, അരകല്ല്, ഈ കാണുന്നത് എന്നതാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ഇത് എന്താണെന്ന് അങ്ങനെ പിടി കിട്ടുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ തിരുമേനിമാരുടെ ചിത്രങ്ങളാണ്. ഓയിൽ പെയിൻറ്റിങ്സ് ആണെന്ന് തോന്നുന്നു. മിക്കവാറും എല്ലാം തന്നെ ഓയിൽ പെയിൻറ്റിങ്സ് ആണ്. കാളവണ്ടിയുടെ ചക്രം, വീല് ഒരാളിനേക്കാൾ ഉയരമുണ്ട് കാളവണ്ടിയുടെ വീലിന്. സാമാന്യം ചെറിയ ഒരാളിനേക്കാളുടെ ഉയരം. ആ കുർബാന കൂടിയിട്ട് പോകാം. ഇതൊക്കെ അവിടുത്തെ പിതാക്കന്മാരാ പണ്ടുണ്ടായിരുന്ന പരുമല തിരുമേനിയും അതുപോലെ. ഇനി കാണാൻ പോകുന്നത് മ്യൂസിയം 1 തന്നെ കാഴ്ചകളാണേ. സായിത്തും മൂറോനും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭരണികൾ. ഒരു സ്പെഷ്യൽ കോൽവിളക്ക് കണ്ടോളൂ. പഴയകാലത്തെ ഹൈന്ദവരുടെ പോലത്തെ ഒക്കെ ഉള്ള എല്ലാം തന്നെ. പറ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇതെന്നതാപ്പാ ഇത്? നിലകാതലോ? ഈ വീലിനടുത്തിരിക്കുന്നതും എന്താണെന്ന് മനസ്സിലായില്ല. ഇതിൻ്റെ പലതിൻ്റെ ഉപയോഗങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൽപ്പരണയുടേതല്ല കേട്ടോ. ഇതൊക്കെ മ്യൂസിയം 1 തന്നെ ചില ഭാഗങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ ചേർക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. AD 1259 3-ാം തവണയും പുതുക്കി പണിതതിൻ്റെ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. പള്ളി പുതുക്കി പണിതതിൻ്റെ.
തിരുവോസ്തി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കാസ, പിന്നെ അൾത്താരയിൽ ഉപയോഗിക്കുന്ന മറ്റു ചില ഉപകരണങ്ങൾ, കൂടാതെ പഴയകാല ഫോണ്, ടൈപ്പ് റൈറ്റർ എക്സെട്ര. ഇത് മ്യൂസിയം ആക്കിയ വീടിൻ്റെ നിലവറയും മറ്റുമാണ്. മുൻപത്തെ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു, നിലവറയുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. സായിത്തും മൂറോനും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭരണികൾ പഴയ കാലത്തെ ഹൈന്ദവരുടെ പോലത്തെ ഒക്കെ ഉള്ള എല്ലാം തന്നെ ഇതുമെല്ലാം കാണാനുണ്ട്. പറ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പറയും ചങ്ങടി. ഇതെന്നതാപ്പാ ഇത്? നിലകാതലോ? അല്ല, അത് ഈ പിന്നെ കൽപ്പരണ ഇല്ലായിരുന്നോ? പിന്നെ 3 ഇത് തോമാസ് ലീഹായാൽ നിർമ്മിതമായ പള്ളിയായതുകൊണ്ട് തോമാസ് ലീഹായുടെ പേരിലല്ല, പരിശുദ്ധ അമ്മയുടെ പേരിലാണ് പള്ളി. AD 54 സ്ഥാപിതമായത്. 4ാം തവണയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. തോമാസ് ലീഹ നേരിട്ടിറങ്ങിയ സ്ഥലമായതുകൊണ്ട് നമ്മളൊക്കെ അറിയാതെ സെയിൻറ് തോമസ് ചർച്ച് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു സിനോണിമായി കൂട്ടിയാൽ മതി. താങ്ക് യു.